കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ നമ്മെ കടന്നു പിടിച്ചിരിക്കുന്ന ഒരു വലിയൊരു പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ മാധ്യമങ്ങളുടെ പലപ്പോഴും അതിപ്രസരണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമുക്ക് ഒഴിവാക്കാൻ പറ്റാതെ അതിൻ്റെ പലപ്പോഴും അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ നല്ലതാണ്, പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അവരെ പഠനത്തെയും ജീവിതത്തെയും, കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും ഒക്കെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു വിവാഹത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു അവരുടെ പ്രശ്നത്തിൻ്റെ കാരണം ഇതാണ്. ചെറുപ്പക്കാരൻ മക്കളുണ്ടാകണമെന്നോ ഉണ്ടായി ഒരു കുടുംബജീവിതം നയിക്കണമെന്നോ ഒട്ടും ആഗ്രഹമില്ല. ജോലി കഴിഞ്ഞ് വന്നാൽ ഫുൾ ടൈം ഗെയിമാണ്. വിവാഹിതനായൊരു ചെറുപ്പക്കാരിൽ നിന്നും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. അല്പം സമയമെങ്കിലും ഗെയിം കളിക്കുന്നു. പക്ഷെ ഇതല്ല, രാത്രി മുഴുവനും പകല് കിട്ടുന്ന സമയം മുഴുവനും ഈ ഗെയിമാണ്. അപ്പോൾ ഒരുപാട് മനുഷ്യർക്ക്, പഠിക്കുന്ന കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഈ കണ്ടിട്ടും കണ്ണിന് മതി വരുന്നില്ല, കേട്ടിട്ടും കാതിന് മതിയാവുന്നില്ല എന്നുള്ള സഭാപ്രസംഗന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം, സുഭാഷിതത്തിൻ്റെ പുസ്തകം 27-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മനുഷ്യൻ്റെ കണ്ണുകൾ ഒരിക്കലും സംതൃപ്തമാകുന്നില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ ഒരു വലിയൊരു ഘടകം ഈ കാലഘട്ടത്തിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് കണ്ണാണ്. അപ്പോൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയും ഇതെല്ലാം നമുക്കൊന്ന് നിയന്ത്രിക്കാൻ ദൈവത്തിനോട് നമുക്ക് കൃപ ചോദിക്കണം. കുട്ടികളായാലും നമ്മളായാലും എല്ലാവരായാലും ആവശ്യത്തിന് മാത്രം കണ്ട് നമുക്ക് നമ്മുടെ സമയത്തെ ഒന്ന് ക്രമീകരിക്കുവാൻ അതിന് കൃപ ആവശ്യമാണ്. അത് നമ്മുടെ ഉള്ളിൽ ദൈവത്തിനെ മാത്രമേ അതിനെ ശക്തിപ്പെടുത്താൻ കഴിയൂ. ഈ ഒരു വലിയൊരു ആഗ്രഹത്തെ പ്രതിരോധിക്കാൻ, ആ ഒരു തിന്മയെ നമുക്ക് തകർക്കാൻ ദൈവത്തിൻ്റെ ശക്തമായൊരു ആയുധം ആവശ്യമാണ്. അത് ദൈവവചനമാണ്. അതുകൊണ്ട് ദൈവവചനം കൂടുതൽ സമയം ഒന്ന് വായിക്കാൻ, ധ്യാനിക്കാൻ, പഠിക്കാൻ, കുറച്ച് സമയം ദൈവവചനം വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ തിന്മ നമ്മളിൽ നിന്ന് വിട്ടുമാറും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് മക്കളുടെ ജീവിതത്തെ ഇന്നത്തെ കാലത്ത് ഈ ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ മീഡിയയിലൂടെയുള്ള ഒരുപാട് സമയം ചെലവഴിക്കുന്നത് അവരുടെ പഠനത്തെയും ഭാവിയെയും തടസ്സപ്പെടുത്തുന്നു. കർത്താവെ, ഇതിൽ നിന്നൊരു വിടുതൽ ലഭിക്കുവാൻ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. യേശുവേ, നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. യേശുവേ, നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.